എന്റർപ്രണേഴ്സ് ക്രിക്കറ്റ് ലീഗ് 2.0 ഗ്രാൻഡ് ലോഞ്ചും പ്ലെയേഴ്സ് ലേലവും കൊച്ചിയിൽ സംഘടിപ്പിച്ചു. ലേലത്തിൽ കണ്ണൂർ ഡോമിനേറ്റർ സ്വന്തമാക്കിയ റോബിൻ രാജൻ വിലയേറിയ താരമായി. ചടങ്ങിൽ ECLന്റെ ടീമുകളെ പ്രത്യേകം ആദരിച്ചു. ബിസിനസ്സും ക്രിക്കറ്റും ഒരുമിച്ചപ്പോൾ എന്റർപ്രണേഴ്സ് ക്രിക്കറ്റ് ലീഗ് 2ാം സീസണിന്റെ ഗ്രാൻഡ് ലോഞ്ച് ശ്രദ്ധേയമായി. കേരളത്തിലെ സംരംഭകർ, വ്യവസായ പ്രമുഖർ, കായിക പ്രേമികൾ എന്നിവർക്കായാണ് എന്റർപ്രണേഴ്സ് ക്രിക്കറ്റ് ലീഗ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. 2ാമത്തെ സീസണിലേക്ക് നിരവധി സംരംഭകർ താൽപര്യം പ്രകടിപ്പിച്ചെത്തിയെന്ന് ECLന്റെ സ്ഥാപകൻ അൻസാരി പറഞ്ഞു. ഓണ്ടർപ്രണേഴ്സ് ക്രിക്കറ്റ് ലീഗ് എന്ന് പറയുന്നത് കേരളത്തിലെ ഫസ്റ്റ് ടൈം നടക്കുന്ന ഒരു ലീഗാണ്. ബിസിനസ്സുകാർക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് നടക്കുന്ന ഒരു ലീഗാണ് ഓണ്ടർപ്രണേഴ്സ് ക്രിക്കറ്റ് ലീഗ്. അതിൻ്റെ ഫസ്റ്റ് സീസൺ ലാസ്റ്റ് ഇയർ നടന്നിരുന്നു. അത് നല്ല ഗ്രാൻഡായിട്ടുള്ളൊരു പരിപാടിയായിരുന്നു. സെക്കൻഡ് സീസൺ വന്നപ്പോഴേക്കും കുറച്ചധികം ഓണ്ടർപ്രണേഴ്സ് ഇതിലേക്ക് അട്രാക്റ്റീവായിട്ട് നമ്മളുടെ ഈ ടൂർണമെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. 14 ടീം, അതായത് 14 ഓണ്ടർപ്രണേഴ്സിൻ്റെ ടീം നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഓരോ ഡിസ്ട്രിക്റ്റിൻ്റെ ബേസിലായിട്ടാണ്. അത് നമുക്ക് ഏത് പ്ലേസിനും ഏത് ഓണ്ടർപ്രണേഴ്സിനും ഈ ഡിസ്ട്രിക്റ്റിൽ പോയി, ഈ ഡിസ്ട്രിക്റ്റിൻ്റെ പേരിൽ പോയി നമുക്ക് കളിക്കാം. 14 ടീമും കൂടാതെ 2 അഡീഷണൽ ടീമും കൂടി നമ്മളുടെ ഈ ഒരു ടൂർണമെൻറ്റിൻ്റെ ഭാഗമാണ്. അത് വേറെ ആരുമല്ല, നമ്മളുടെ കേരള സെലിബ്രിറ്റി ടീമും കേരള ഇൻഫ്ലുവൻസേഴ്സ് ടീമും ഇതിൻ്റെ ഭാഗമാണ്. മികച്ച കളിക്കാരെ ഏറ്റെടുക്കാനാണ് ട്രിവാൻഡ്രം റോയൽ സ്ട്രൈക്കേഴ്സ് ലേലത്തിനെത്തിയതെന്ന് ടീമിന്റെ സ്പോൺസറും യെല്ലോ ക്ലൗഡ് സ്ഥാപകനുമായ ശിവപ്രസാദ് പറഞ്ഞു. ട്രിവാൻഡ്രം റോയൽ സ്ട്രൈക്കേഴ്സ് ഇന്ന് വന്നിരിക്കുന്നത് ഏറ്റവും ബെസ്റ്റ് പ്ലെയേഴ്സിനെ ഏറ്റെടുക്കാൻ വേണ്ടിയാണ്. അപ്പം വാശിയേറിയ ഒരു പ്ലെയേഴ്സ് ആക്ഷൻ പ്രതീക്ഷിക്കുന്നു. ഇത്രയും മനോഹരമായ ഒരു ടൂർണമെൻ്റ് നടത്തിയ ECLനും റോയൽ സ്ട്രൈക്കേഴ്സിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ആൻഡ് റോയൽ സ്ട്രൈക്കേഴ്സ് ടീമിനെ സ്പോൺസർ ചെയ്യുന്നത് യെല്ലോ ക്ലൗഡ് കൺസൾട്ടൻസി സർവീസസ് എന്ന് പറയുന്ന എൻ്റെ വേറെ സ്ഥാപനമാണ്. എന്റർപ്രണേഴ്സ് ക്രിക്കറ്റ് ലീഗിൽ 14 ജില്ലകളാണ് മാറ്റുരയ്ക്കുന്നതെന്ന് ECLന്റെ സ്ഥാപകൻ ജിക്സൺ ഫ്രാൻസിസ് പറഞ്ഞു. സംരംഭകർ മാത്രം പങ്കെടുക്കുന്ന ടൂർണമെന്റ് വ്യത്യസ്ത അനുഭവമായിരിക്കും. അടുത്ത സീസണിൽ കൂടുതൽ ടീമുകളെ ഉൾപ്പെടുത്താനാണ് തീരുമാനമെന്നും ജിക്സൺ കൂട്ടിച്ചേർത്തു. അടുത്ത വർഷങ്ങളിൽ ഇത് ഇനി സൗത്ത് ഇന്ത്യയിലോട്ടും ഇതിന് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ പ്രാവശ്യം ഒരാൾ നോർത്ത് ഇന്ത്യയിൽ നിന്നും ഒരാൾ കർണാടകയിൽ നിന്നൊക്കെ ഒന്ന് കളിച്ചായിരുന്നു, ദുബായിൽ നിന്നൊക്കെ ഒരാൾ കളിച്ചായിരുന്നു. അപ്പോൾ അടുത്ത സീസൺ ആകുമ്പോഴേക്കും നമ്മൾ സൗത്ത് ഇന്ത്യ 2-3 ടീമുകളും വരും. അപ്പോൾ അങ്ങനെ ഇതാണ് നമ്മുടെ മെയിൻ വിഷയം. 2ാമത്തെ സീസൺ ആരംഭിക്കുമ്പോൾ ഒരു ടൂർണമെന്റ് എന്നതിനപ്പുറത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ സാധിച്ചുവെന്ന് ECLന്റെ സ്ഥാപക ആര്യ ലക്ഷ്മി പറഞ്ഞു. ECL സീസൺ 1 എന്ന് പറയുന്നത് ഒരു ടൂർണമെൻറ്റ് അല്ലെങ്കിൽ സാധാരണ ഒരു ക്രിക്കറ്റിൽ വന്ന് നിൽക്കെ, ഇപ്പോൾ സീസൺ 2 വന്നപ്പോൾ അതിൽ കുറേ കൂടി ബിസിനസ്സും നെറ്റ്വർക്കിങ്ങും ബിസിനസ് എക്സ്ചേഞ്ചസും ആൻഡ് ദ പാഷനേറ്റ് ക്രിക്കറ്റ് ബിസിനസ് ഓണേഴ്സ് ക്രിക്കറ്റിന് വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. ലേലത്തിൽ കണ്ണൂർ ഡോമിനേറ്റർ സ്വന്തമാക്കിയ റോബിൻ രാജനാണ് ഏറ്റവും വിലയേറിയ താരം. പരിപാടിയിൽ പങ്കെടുത്ത അതിഥികളെയും ECLന്റെ ടീമുകളെയും ആദരിച്ചു. നടിയും അവതാരകയുമായ വീണ നന്ദകുമാർ, ECLന്റെ മുഖമായ ക്രിക്കറ്റർ സച്ചിൻ ബേബി, റിപ്പോർട്ടർ ചാനൽ മാനേജിംഗ് ഡയറക്ടർ ആൻഡോ അഗസ്റ്റിൻ, സംരംഭകനായ അനന്തു തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.